നക്ഷത്രം നാള് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ രാശിചക്രം നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. 12 രാശികൾ, മേടം മുതൽ മീനം വരെയുള്ള രാശികൾ നമ്മൾ രാശിചക്രത്തിൽ അടയാളപ്പെടുത്താൻ പഠിച്ചു. അതിൻ്റെ അകത്ത് ഓരോ ഗ്രഹവും എങ്ങനെയാണ് അതിൻ്റെ ഡിഗ്രി അനുസരിച്ച് ഓരോ ഗ്രഹങ്ങളും എവിടെ നിൽക്കുന്നു എന്ന് അടയാളപ്പെടുത്താനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവർക്കും ഏത് ജാതകം എടുത്താലും ഓരോരുത്തർക്കും ഒരു നാളുണ്ടാവും, നക്ഷത്രം. അതാണ് നമ്മൾ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്പലത്തിൽ പോകുമ്പോഴാണെങ്കിലും വഴിപാട് കഴിക്കാനും, അത് പ്രായോഗിക ജീവിതത്തിൽ ബാക്കിയുള്ള എന്തിനേക്കാളും കൂടുതൽ നമുക്ക് ഉപകാരം വരുന്ന ഒരു കാര്യമാണ് നക്ഷത്രം എന്ന് പറയുന്നത്. എല്ലാവർക്കും നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തോടൊപ്പം തന്നെ നമ്മൾ വേറൊരു ചെറിയൊരു സബ് കാറ്റഗറി കൂടിയുണ്ട്. അതിനാണ് പാദം എന്ന് പറയുന്നത്. നമ്മളധികം അതിനെപ്പറ്റി കെയർ ചെയ്യാറില്ല. എങ്കിലും ഉദാഹരണത്തിന് നക്ഷത്രം ഇപ്പം പൂരുരുട്ടാതി ആണെങ്കിൽ പൂരുരുട്ടാതി 1-ാം പാദം അല്ലെങ്കിൽ 2-ാം പാദം അല്ലെങ്കിൽ 3-ാം പാദം അല്ലെങ്കിൽ 4-ാം പാദം, അങ്ങനെ ഒരു പാദം കൂടെ നമ്മൾ പറയാറുണ്ട്. നമ്മളത് നിങ്ങളുടെ ജാതകം എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നക്ഷത്രം മാത്രമല്ല, അതിലേത് പാദമാണ് എന്നും കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഇപ്പോൾ ജ്യോതിഷം പഠിക്കുമ്പോൾ അത് ആവശ്യമാണ്. അതല്ലാണ്ട് നമ്മൾ സാധാരണ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്കെന്ത് മതി? നാളെ മാത്രം മതി. നമുക്ക് വഴിപാട് കഴിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നാളെ മാത്രം മതി. പക്ഷേ കുറച്ചും കൂടെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒന്നുകിൽ അതിൻ്റെ പാദം ഏതാണെന്നും കൂടെ അറിയേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒന്നുകിൽ അത് 1-ാമത്തെ പാദമായിരിക്കും, അല്ലെങ്കിൽ 2-ാം പാദമായിരിക്കും, അല്ലെങ്കിൽ 3-ാം പാദമായിരിക്കും, അല്ലെങ്കിൽ 4-ാം പാദമായിരിക്കും. അപ്പോൾ 4 പാദങ്ങൾ എല്ലാ നക്ഷത്രത്തിനും ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. ഇനി അതിലേക്ക് പോകുന്നതിനൊപ്പം നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, വേദത്തിൻ്റെ ഒരംഗമാണ് വേദാംഗം. 6 അംഗങ്ങൾ ഉള്ള ഒരു ഭാഗമാണ് വേദാംഗം എന്ന് പറയുന്നത്. ആ വേദാംഗത്തിൽ ഒരു അംഗമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേദമാണ് പഠിക്കുന്നത്. ആ വേദത്തിൻ്റെ ഉപഭാഗമായ വേദാംഗത്തിലെ ഒരു അംഗമാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജ്യോതിഷത്തിൻ്റെ വേദത്തിൻ്റെ കണ്ണ് എന്നൊക്കെ പറയാറുണ്ട്. ജ്യോതിഷത്തിൻ്റെ കണ്ണാണ്. അതായത് നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും അല്ലെങ്കിൽ മുൻജന്മങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചുള്ള ജീവിത ശൈലി തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു കണ്ണാണ്. നമ്മൾ ഉൾക്കണ്ണ് എന്നൊക്കെ പറയില്ലേ, ഉൾക്കണ്ണ്, 3-ാം കണ്ണ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു വേദത്തിൻ്റെ കണ്ണാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രഹങ്ങൾ, നവഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ 9 ഗ്രഹങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 7 ഗ്രഹങ്ങൾ, പിന്നെ 2 ഛായാഗ്രഹങ്ങൾ, പിന്നെ ഗുളികൻ എന്ന് പറയുന്ന ഒരു പെട്ടെന്ന് ഉദിച്ചസ്തമിക്കുന്ന ഒരു ഉപഗ്രഹം കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ 10 ഗോളങ്ങൾ അല്ലെങ്കിൽ 10 ഗോളങ്ങളുടെ ഒരു പ്രഭാവത്തെ വിലയിരുത്തിക്കൊണ്ടാണ് നമ്മൾ ഗ്രഹനില അല്ലെങ്കിൽ ജാതകം നമ്മൾ കാണുന്നത്. ഗുളികനും കൂടെ ഉണ്ട്. നമ്മൾ പ്രാർത്ഥനാ ശ്ലോകത്തിലൊന്നും ഗുളികനെ ചേർത്തിട്ടില്ല എങ്കിൽ നമുക്ക് ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗുളികനെ ഒന്ന് ധ്യാനിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. പിന്നെ യൂട്യൂബൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ കാണാം, ഈ ഗുളികനെ പറ്റിയുള്ള പല വീഡിയോസും കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ, സമയം ഫ്രീ ഉള്ളപ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു രാശിയുടെ ഡിഗ്രികളാണ്. അപ്പോൾ അത്
നമ്മളിവിടെ ഈ നാൾ കണ്ടുപിടിക്കുന്നതിലും നമുക്കത് ആവശ്യം വരും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ്. ഇപ്പം നമ്മൾ സെൻറ്ററാണ് ഈ നടുക്ക് കാണുന്ന ഒരു നമ്മൾ ഭൂമി അല്ലെങ്കിൽ ഈ ജാതകൻ ഇരിക്കുന്ന സ്ഥലം, അതാണ് ഇവിടെ സെൻറ്ററിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അതിന് ചുറ്റുമുള്ള പല നക്ഷത്ര സമൂഹങ്ങളാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രഹങ്ങളുണ്ട്, നവഗ്രഹങ്ങളും ഗുളികനും എല്ലാം ഉണ്ട്. അത് കൂടാതെ തന്നെ അതിൻ്റെയും കുറേ കൂടെ പുറത്ത് നമുക്ക് ദൃശ്യമായിട്ടുള്ള നക്ഷത്ര സമൂഹങ്ങളാണ് ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പല ആകൃതിയിൽ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നക്ഷത്ര സമൂഹത്തെ കാണാം. ഈ നക്ഷത്ര സമൂഹത്തെ റിലേറ്റ് ചെയ്താണ് നമ്മൾ നക്ഷത്രം അല്ലെങ്കിൽ നാള്. അവർ ജനിക്കുമ്പോൾ ഏത് നാളാണ് വരുന്നത്, ആ ഏത് നാളിലാണ് ജനിച്ചത്, ആ നാളിൻ്റെ ഏത് കൂറിലാണ് നിൽക്കുന്നത്, ഏത് കൂറെന്നല്ല, ഏത് പാദത്തിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ എന്താ പറയുന്നത് നക്ഷത്ര സമൂഹങ്ങളുടെ ഒരു പടം ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതിൽ പല നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ അശ്വതി മുതൽ 27 നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. അത് ആ ഓർഡറിൽ തന്നെ ക്ലോക്ക് വൈസ് ആയിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ആ രാശിചക്രം വരയ്ക്കാവുന്നതാണ്. ഈ രാശിചക്രം ഇതുപോലെ തന്നെ രാശിചക്രം വരച്ച് ഈ രാശിചക്രത്തിൻ്റെ പുറത്ത് ഈ റൗണ്ടിൽ നമുക്ക് ഈ പറഞ്ഞ നക്ഷത്ര സമൂഹങ്ങളും കൂടെ അടയാളപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഗ്രഹങ്ങളും വന്നു, നവഗ്രഹങ്ങളും വന്നു, നക്ഷത്ര സമൂഹങ്ങളും വന്നു. അതുപോലെ തന്നെ ആ നക്ഷത്ര സമൂഹത്തിൽ നമുക്ക് ഈ 27 നക്ഷത്രങ്ങളെയും നമുക്കിതിൻ്റെ അകത്ത് വരച്ച് ചേർക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഫുൾ ഡയഗ്രം അങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മളതിൻ്റെ വേറൊരു വ്യൂ. ഇതിൻ്റെ അകത്ത് ഭൂമിയാണ് നടുക്ക്, അല്ലെങ്കിൽ നമ്മൾ ജാതകൻ അല്ലെങ്കിൽ ആരുടെ ജാതകമാണോ എടുക്കുന്നത് ഭൂമിയിലായിരിക്കുമല്ലോ അതിൻ്റെ ജനനം. അപ്പോൾ നമ്മൾ ഭൂമി സെൻട്രലായിട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ഗ്രഹനില പോലെ തന്നെ ഈ 360 ഡിഗ്രിയുള്ള രാശിചക്രത്തെ നമ്മൾ 27 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, 12 ഡിവൈഡ് ചെയ്തു ഈ ചക്രത്തെ. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണ്, നമുക്ക് 27 നക്ഷത്രങ്ങളാണ് ഉള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ ചക്രത്തെ എന്ത് ചെയ്തേക്കുന്നു, 27 ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ 1 എന്ന് പറയുമ്പം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, അങ്ങനെ ഈ 27 നക്ഷത്രങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഒരു റൗണ്ടിൻ്റെ ചുറ്റുവട്ടത്തായിരിക്കും വരുന്നത്. അപ്പോൾ ഒരാൾ ഈ സമയത്താണ് ജനിക്കുന്നതെങ്കിൽ എന്തായിരിക്കും, 5ാമത്തെ നക്ഷത്രമായിരിക്കും അയാളുടെ നാളെന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരാൾ ജനിക്കുമ്പോൾ ഇവിടാണ് വരുന്നത് എങ്കിൽ, ഒരാൾ ജനിക്കുമ്പോൾ വരുന്നത് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നതായിരിക്കും, ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്നത് ഇവിടെ ആണെങ്കിൽ, അതാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. നമ്മൾ ഗ്രഹനില നമ്മൾ എടുക്കുകയാണെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്നത് ഏത് ഭാഗത്താണോ ആ ഭാഗത്തായിരിക്കും അയാളുടെ നക്ഷത്രം വരുന്നത്. അതെ, എല്ലാ നാളിലും അങ്ങനെയാണോ? അതെ, എല്ലാ നാളിലും അങ്ങനെയാണ്. നമ്മളിവിടെ കണ്ടോ, ചന്ദ്രൻ നിൽക്കുന്നത് 339 ഡിഗ്രിയിലാണ് നിൽക്കുന്നത്, ചന്ദ്രനോട് നിൽക്കുന്നത്. അല്ലെങ്കിൽ മീനം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു എവിടെയാണോ 339 ഡിഗ്രി വരുന്നത്, അതായത് നമ്മൾ ഇവിടുന്ന് 1 തുടങ്ങി
ഇങ്ങനെയാണല്ലോ പോകുന്നത്. ഒന്നാമത്തെ നക്ഷത്രം ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ 339 ഡിഗ്രി എവിടെയാണോ ആ ഡിഗ്രിയിൽ ഏതാണ് നക്ഷത്രം വരുന്നത്. അപ്പോൾ 24ാമത്തെ നക്ഷത്രമാണെങ്കിൽ എവിടെ വരും? 24ാമത്തെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രമായിരിക്കും ആ ജാതകൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ഒരാളുടെ നക്ഷത്രം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ്. ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. ഇവിടെ ചന്ദ്രൻ ഇവിടെയാണ് നിൽക്കുന്നത്. ചന്ദ്രൻ 339 ഡിഗ്രി നിൽക്കുന്നു. അതുകൊണ്ട് ഉത്രട്ടാതി നക്ഷത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ചാർട്ട്. അപ്പോൾ ഈ ചാർട്ട് നമ്മൾ ഇടയ്ക്ക് റെഫർ ചെയ്താൽ മതി. ആ ചാർട്ട് നമുക്ക് ഗ്രൂപ്പിലിടാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഇതുണ്ടോ? ഈ ഇവിടെ രണ്ടാമത്തെ നക്ഷത്രം കണ്ടോ? ഉത്രട്ടാതി എന്നുള്ള നക്ഷത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 339 എന്ന് പറയുന്ന ഡിഗ്രി വരുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത്ര ഉള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായത്? അപ്പോൾ അത്ര ഉള്ളതിനകത്ത് മനസ്സിലാക്കാനുള്ളത് ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ അറിയണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഡിഗ്രിയൊക്കെ വെച്ച് നമ്മളത് മൊത്തം അടയാളപ്പെടുത്തണം. എല്ലാ ഗ്രഹങ്ങളും നവഗ്രഹങ്ങളും അടയാളപ്പെടുത്തി പിന്നെ ഗുളികനെയും അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ ആ നവഗ്രഹങ്ങൾ അടയാളപ്പെടുത്തി കഴിയുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശി ഏതാണോ ആ രാശിയിലായിരിക്കും എന്ത് ഈ ജാതകൻ്റെ നാൾ വരുന്നത്. അപ്പോൾ ചന്ദ്രൻ നിൽക്കുന്നത് ഇത് മീനമാണ്. മീനം രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ മീനം രാശിയിൽ എന്തൊക്കെ വരാം? ഇവിടെ നോക്കി ഈ ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പൂരുരുട്ടാതിയുണ്ട്, ഉത്രട്ടാതിയുണ്ട്, രേവതിയുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നാളായിരിക്കും ഇവിടെ ഇപ്പോൾ ചന്ദ്രൻ ഈ രാശിയിൽ നിൽക്കുമ്പോൾ. ആ 3 നാളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ചന്ദ്രൻ ഈ രാശിയിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മേടത്തിലാണ് ചന്ദ്രൻ നിന്നിരുന്നതെങ്കിൽ ചന്ദ്രൻ മേടത്തിലാണ് നിന്നിരുന്നതെങ്കിൽ ഏതൊക്കെ നക്ഷത്രങ്ങളാകാം? ഇപ്പോൾ ഇത് മേടം നോക്കിയാൽ മതി. മേടക്കൂറ് മേടത്തിലെ ഏതൊക്കെ എഴുതിയൊക്കെ നോക്കിയാൽ മതി. ഏതൊക്കെയാകാം? അശ്വതിയാകാം, ഭരണിയാകാം, കാർത്തികയാകാം. ക്ലിയർ അല്ലേ പറഞ്ഞത്? ആദ്യത്തെ 3 നാള് അല്ലേ? അത് തന്നെ. അപ്പോൾ ചന്ദ്രൻ അതെ മേടൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു നക്ഷത്രമായിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ചിങ്ങത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ചന്ദ്രൻ ചിങ്ങത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നക്ഷത്രം ഏതായിരിക്കും? ഇവിടെ എഴുതിയേക്കുന്ന 3-ൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അതായത് മകം, പൂരം, ഉത്രം. മനസ്സിലായില്ലേ? സംശയമുണ്ടോ? അതിലേക്ക് വരിക. അതിലേക്ക് വരാം. ഇത് ഓക്കെ ആണോ? ഇത് ഓക്കെ ആണെങ്കിൽ അതിൽ അടുത്തതിലേക്ക് പോവാം. അതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം. വളരെ സിമ്പിളാണ്. കാര്യം ഇത് ചന്ദ്രൻ നമ്മുടെ ഗ്രഹനില ആദ്യം റെഡിയാക്കുക. ഗ്രഹനില റെഡിയാക്കി കഴിയുമ്പോൾ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കിയെടുക്കാം. അല്ലെങ്കിൽ ഒരാളുടെ ജാതകം നമ്മുടെ കൈ കൊണ്ടെത്തുന്നാൽ ഈ ഗ്രഹനില മാത്രമേ ഉള്ളൂ, നക്ഷത്രം അറിയത്തില്ലെന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ ചാർട്ട് എടുത്ത് നോക്കിയിട്ട് ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ ചാർട്ട് ഉപയോഗിച്ച് ഏതൊക്കെ നക്ഷത്രങ്ങളാകാം